നേർവഴി. നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ നേർവഴിയിലൂടെ പരിചയപ്പെട്ട അധ്യാപികയായ ഹീര VS-ന്റെ മറ്റു വിശേഷങ്ങൾ കൂടി ചോദിച്ചറിയാം. ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ചൂസ് ചെയ്തത്? BA മലയാളമാണ് എടുത്തത്. മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത് സഹൃദയിൽ. PG മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്. ഒരുപാട് വായിക്കുവോ, എങ്ങനെയാണെന്ന് പറയാം? എൻ്റെ വായന എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ PhDക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ വായന കാര്യമായിട്ട് നടക്കുന്നത്. പല പുസ്തകങ്ങളെ പറ്റി ഞാൻ കേൾക്കുന്നത്. ഇപ്പം എൻ്റെ ടീച്ചറുമായിട്ടുള്ള ചർച്ചകളിലൊക്കെയാണ് ഞാൻ പല പുസ്തകങ്ങളെയും പരിചയപ്പെടുന്നത്. അതിനു മുന്നേ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളിലുള്ള വായനകൾ നമ്മൾ നടത്തുന്നല്ലാതെ പുറത്തേക്കുള്ള വായനകൾ വളരെ കുറവായിരുന്നു. ഞാൻ പ്രധാനമായിട്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് സംസാരിച്ച് അങ്ങനെ അറിവുകൾ എടുക്കുക, ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിൽ നിന്ന് പുസ്തകങ്ങളെ പറ്റി അറിയുക, അങ്ങനെ ഒരു രീതിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. ഹൈസ്കൂൾ സമയത്ത് എഴുത്തുകൾ വെച്ചിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കവിതാ സമാഹാരം ചെയ്തിട്ടുണ്ട്, വിഴിനീർ പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു +2 കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അത് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെയല്ല, അതൊരു 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ചിന്തകള്, അല്ലെങ്കിൽ കാഴ്ചാപരിമിതിയുള്ള ഒരു പെൺകുട്ടിയുടെ, പലതരത്തിൽ ഉൾവലിഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്താഗതികൾ എന്നുള്ള രീതിയിലാണ് കവിതകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ കുറേയും കൂടെ അതിനെ മാറ്റി പണിയണം എന്നുള്ള ആലോചനകൾ തോന്നുന്നുണ്ട്. മലയാളം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വായിക്കാം, എഴുതാം, ഭാഷ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം, നല്ല രീതിയിൽ എഴുതണം, കുറെ എഴുതണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞപ്പോൾ മലയാളം തന്നെ എടുക്കൂ എന്ന് പറഞ്ഞു. +2ന് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു മലയാളം വേണ്ട, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാന്ന്. ഇല്ല, മലയാളം മാത്രമേ എടുക്കൂ എന്നുള്ള നിർബന്ധത്തിൽ എടുത്തതാണ് സഹൃദയിൽ. മിഴിനീർ പൂക്കളിലെ കുറച്ച് വരികൾ ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലാം. ചെറിയ കുട്ടിയുടെ ചാബല്യങ്ങളാണ്, അപ്പം അത് ചൊല്ലാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എനിക്ക് 17 വയസ്സുള്ളപ്പോൾ ചെയ്ത പുസ്തകമാണത്. എൻ്റെ എഴുത്ത് വായിച്ചാൽ ഇവളിങ്ങനെയൊക്കെ പുരോഗമനം പറയുന്ന ആളാണോ എന്ന് സംശയമൊക്കെ തോന്നും. അത് കാരണം ഞാൻ എൻ്റെ എഴുത്തുകൾ അധികം പുറത്തേക്ക് കൊടുക്കാറില്ല. ടൈറ്റിലുകളൊന്നുമില്ല എൻ്റെ കവിതകൾക്കൊന്നും. പുസ്തകത്തിൽ ചെയ്തതിനുണ്ടായിരുന്നു, അല്ല അതിപ്പോൾ എഴുതുന്നതിനൊന്നും അങ്ങനെ ടൈറ്റിലൊന്നും ഇട്ടിട്ടല്ല എഴുതുന്നത്. അതിലെഴുതിയതിൽ എനിക്ക് കുറച്ചും കൂടെ ഒരിഷ്ടം തോന്നിയിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത്, കവിതയല്ല, എൻ്റെ ഒരു എഴുത്ത് എന്ന് പറയുന്നത്, അന്ന് നിന്റെ ചില്ലയിൽ നിന്നും എൻ്റെ ആത്മാവിൻ്റെ അടരുകളിലേക്ക് ഞെട്ടറ്റ ഒരിലയില്ലേ, ജീവൻ്റെ നീല ഞരമ്പുകളുള്ള ഒരില, സ്വപ്നത്തിൻ്റെ ഒരില. ഇടയ്ക്കൊക്കെ ആ ഇല കുമ്പിൾ കുത്തി നമ്മൾ നിലാവ് കോരിക്കുടിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു കൗതുകം കൂടി പറയട്ടെ, ആ ഇലക്കുമ്പിളിൽ ഇപ്പോഴും ഒരു തുള്ളി നിലാവ് ബാക്കിയുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. അതങ്ങനെ വായിക്കുന്നോണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചില തോന്നലുകൾ. ഇപ്പോൾ ഈ കരിയിലയുടെ ഒച്ച ഉണ്ടല്ലോ, കരിയില ഇങ്ങനെ കാറ്റിൽ മൂവ് ചെയ്യുന്ന ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ശബ്ദമാണ്. അപ്പം അതിനെ ഞാൻ കരുതുന്നത് ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളാണ് എന്നുള്ള രീതിയിലാണ് എൻ്റെ എഴുത്ത് എഴുതുന്നത്. അപ്പം നീ കേട്ടിട്ടുണ്ടോ കാറ്റിൽ നടക്കുന്ന കരിയിലകളുടെ കാലൊച്ച? അത് താളരഹിതമാണ്, ചുവടുകൾ ക്രമത്തിലുമല്ല. ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഗതി കിട്ടാതെ അലയുന്ന മരത്തിന്റെ ആത്മാക്കളാണ് അവയെന്ന് നമ്മെപ്പോലെ. നല്ല മോഡുലേഷനിലാണ് ഞാൻ എഴുതുമ്പോഴും ഇപ്പൊ എനിക്കുള്ള ഒരു ഫീൽ എന്താണ്, അതിലങ്ങനെ ഓർത്തോർത്ത് അങ്ങനെ എഴുതും. വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രമിക്കാറ് വായിക്കാൻ. പിന്നെ എന്റെ കവിത ഞാൻ അങ്ങനെ വായിക്കാത്തോണ്ടാണ് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ എനിക്ക് തന്നെ വരുന്നത്. ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ബാക്കിയുള്ളവർ അറിയണ്ടേ? ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല, എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതുപോലെ രസകരമായിട്ട് എഴുതിയ വരികൾ ഓർമ്മയുണ്ടോ? ഇനിയും കേൾക്കാൻ തോന്നുന്നുണ്ട്. ഇലകളെ ഒഴുക്കുന്ന ഒഴുക്കാകണം, ആ ഒഴുക്കിൽ ഒരിലയാകണം, ഉപരിതലമറിയാത്ത അടിയൊഴുക്കാകണം, അടിയൊഴുക്കിനുമടിയിലെ ചുഴിയാകണം, ചുഴിയിൽ ചുറ്റിത്തിരിയുന്ന നിലവിളിയാകണം, നിലവിളി കേൾക്കാത്ത മരണമാകണം, മുൻപേ മരിച്ചവർക്ക് കൂട്ടാകണം, വരാനിരിക്കുന്നവരെ കൺപാർത്തിരിക്കണം. ഷാർപ്പായിട്ടുള്ള വേർഡിങ്സ് ആണ്. ഇപ്പോൾ ഓരോ വാക്കും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ തീവ്രതയൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില സമയത്ത് അത് എഴുതിയേ പറ്റൂ, എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതും. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് ഒന്ന് റീറൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെറുതായിട്ട് കഥകളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ പല കഥകൾക്കും തുടക്കമുണ്ട്, ഒടുക്കുണ്ട്.
നടു ഫില്ലല്ല. ചില കഥകളിൽ അവസാനത്തെ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ബാക്കിയൊന്നുമില്ല. അവസാന വാചകത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തുന്നു എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വാചകം നമ്മളെ സ്ട്രൈക്ക് ചെയ്യും. ചിലപ്പോൾ യാത്രകളിലായിരിക്കാം, അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നതിനെ എഴുതി വെക്കുന്നതാണ്. പിന്നെ ചിലരുടെ കഥകൾ കേൾക്കുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ എഴുതണം, മറ്റുള്ളവരും കൂടെ അത് അറിയണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുമ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങും. പിന്നെ കുറേ കഴിയുമ്പോൾ വിചാരിക്കും അത് അവരുടെ സ്വകാര്യത, അത് അവരിൽ തന്നെ നിൽക്കട്ടെ, എന്നിലും നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പം ആ എഴുത്ത് അവിടെ നിൽക്കും. അങ്ങനെ കുറേ പെൻഡിങ് എടുക്കുന്നുണ്ട്. യാത്രാവിവരണം എഴുതണം എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഡിഗ്രി കുട്ടികളുടെ കൂടെ ഞങ്ങളൊരു 5 ഗവേഷകരും ടീച്ചേഴ്സും കൂടെ ഡൽഹി, ആഗ്രയൊക്കെ യാത്ര പോയിരുന്നു. അപ്പം ആ യാത്രാനുഭവങ്ങളെ ഒന്ന് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ടീച്ചറും അതുപോലെ അതിലൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ഇരുന്ന് എഴുതാനുള്ളൊരു സമയം, അതിനിടയിലാണ് പിന്നെ ജോലി കിട്ടി, ഇങ്ങോട്ട് വന്നു. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ എഴുതാൻ പറ്റിയിട്ടില്ല. അതും വൈകാതെ എഴുതണമെന്നുണ്ട്. അപ്പം എല്ലാത്തിനും സമയം ഉണ്ടാവട്ടെ. ജോലി എങ്ങനെ പോകുന്നു? ജോലി കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ആദ്യത്തെ കുറച്ച് സമയം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അതുവരെ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും എത്താതെ ഒരു ഗവേഷക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതൊക്കെ പെട്ടെന്നൊരു ദിവസമാണ് ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോടാണ് PhD ചെയ്യുന്നത്. അപ്പം അതുപോലത്തെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ഒരു തിരക്കുകളിലേക്ക് പെട്ടെന്ന് മാറ്റപ്പെട്ടപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ഞാൻ ഓക്കെയാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാവരും നല്ല സഹകരണമാണ്. എന്ത് കാര്യം ചോദിച്ചാൽ പറഞ്ഞു തരാനും ചെയ്തു തരാനും ഒക്കെ നല്ല ഹെൽപ്പിംഗ് ആണ്. അതുപോലെ തന്നെ കുട്ടികളും നല്ല സഹകരണമാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. അധ്യാപനം നിലവിൽ സന്തോഷത്തോടു കൂടി തന്നെ പോകുന്നുണ്ട്. ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ചെയ്യുന്നത്? എന്താ വെച്ചാൽ ഏത് പോർഷനാണെന്ന് നോക്കും. ആ വിഷയത്തെക്കുറിച്ച് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എൻ്റെ ഗൈഡായിട്ടുള്ള സോണിയ ടീച്ചറോടാണ്. ടീച്ചറോട് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചറുടെ ഹസ്ബൻഡ് അനിൽ മാഷുണ്ട്. മാഷ് മലയാളം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. മാഷോട് ചോദിക്കും. അതുപോലെ എൻ്റെ കൂടെ ഗവേഷണം നടത്തുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരോടും ചോദിക്കും. അങ്ങനെ എനിക്ക് വേണ്ടുന്ന പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എൻ്റേതായ രീതിയിലൊന്ന് തയ്യാറാക്കി ഞാൻ ബ്രെയിലിൽ നോട്ട് എഴുതിയെടുക്കും. എന്നിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വേറെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആർട്സിലായിരുന്നു ഞാൻ ആദ്യ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. കവിത ചൊല്ലും, അതുപോലെ കഥാപ്രസംഗം പറയും. ഹൈസ്കൂൾ ടൈമിൽ വീടിൻ്റെ അടുത്ത് അമ്പലങ്ങളിലും ഒക്കെ കഥാപ്രസംഗം പറയാൻ പ്രൊഫഷണലായി തന്നെ പോയിരുന്നു. പിന്നെ മോണോ ആക്ട് ചെയ്യും, കീബോർഡ് വായിക്കും, വയലിൻ ചെറിയ രീതിയിലൊക്കെ വായിക്കും. സർവകലാവല്ലഭയാണ്. പിന്നെ അതുപോലെ പിന്നെ ഒരു PG ഒക്കെ കഴിയുന്ന സമയത്താണ് നമുക്ക് ആർട്സ് മാത്രമേ പറ്റുന്നുള്ളൂ, അല്ലാതെ സ്പോർട്സിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ജ്യോതിർഗമയിൽ വന്ന സമയത്ത് ഒരു ബൽറാം സാറുണ്ട്, അദ്ദേഹമാണ് എന്നെ ചെസ്സ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെസ്സ് കളിക്കും. പിന്നെ ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയർ ആണ്. എനിക്ക് എവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും ഇങ്ങനെ നടന്ന് പ്രവർത്തിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ബ്ലൈൻഡ് ഫുട്ബോളിൽ എത്തുന്നത്. സജീവമായിട്ട് അതിൽ തുടരുന്നു അല്ലേ? തുടർന്ന് ഇപ്പൊ ഈ ജോലി കിട്ടിയത് കൊണ്ട് നമുക്കിപ്പോ ലീവ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പോവാത്തത്. കഴിഞ്ഞ ഒരു ഡിസംബർ വരെ ഞാൻ പോയിട്ടുണ്ട്. 2 വട്ടം സ്റ്റേറ്റ് ടൂർണമെന്റിന് കളിച്ചു, പിന്നെ 2 സോണല്, ഒരു നാഷണല്, അങ്ങനെ പിന്നെ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കേരള ടീമിന്റെ ഐക്കൺ പ്ലെയർ ആയിരുന്നു, വുമൻസ് ടീമിന്റെ. പിന്നെ 2 വട്ടം ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഫുട്ബോൾ കാണുമോ? അല്ലാതെ ഫുട്ബോൾ ഇല്ല, അങ്ങനെ കാണുന്നില്ല. ഫോളോ ചെയ്യോ? ഇല്ല, ഞാൻ അങ്ങനെ വല്ലാതൊരു പാഷനുള്ള ആളല്ല. അങ്ങനെ കാണാനും അറിയാനും അങ്ങനെ പാഷനുള്ള, കളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ ബാക്കി എല്ലാ സ്ട്രെസ്സും ഞാൻ മാറ്റി വെക്കുന്ന ഇത് അവിടെയാണ്. അത്രയും ഓക്കെ ആയിരിക്കും ഞാൻ കളിക്കാൻ പോകുന്ന സമയത്ത്. പിന്നെ സ്വിമ്മിങ് ഉണ്ട്, സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട്, കുറച്ച് സെൽഫ് ഡിഫെൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓഡിയോ നാടകം ചെയ്തിട്ടുണ്ട്. ഓഡിയോ നാടകം ചെയ്തത് എവിടെ? ദ ഇൻസൈഡർ എന്ന പേരിലാണ് ചെയ്തിട്ടുള്ളത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ യൂത്ത് ഫോറം ഒരു ഓഡിയോ നാടക മത്സരം സംഘടിപ്പിച്ചിരുന്നു 2 വർഷം മുന്നേ. അപ്പൊ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അതിന്റെ സ്ക്രിപ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ അത് എഴുതിയത് ഞാൻ തന്നെയാണ്, രചനാ സംവിധാനം ഞാനാണ്. പിന്നെ അതിലൊരു ചെറിയ ഭാഗം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ +1 പഠിക്കുന്ന സമയത്ത് അകക്കണ്ണ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിനയവും എനിക്ക് താല്പര്യമുള്ള. പിന്നെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആക്സസിബിൾ തിയേറ്റർ, അങ്ങനെ നാടകത്തിന്റെ മേഖലയും എല്ലാ മേഖലയും ഒരുവിധം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. വേറൊന്നല്ല, എൻ്റെ അമ്മയ്ക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, കാഴ്ചയില്ല അല്ലെങ്കിൽ കണ്ണ് കാണില്ല എന്ന്
പറഞ്ഞിട്ട് ഒന്നൊന്നും മാറി നിൽക്കരുത്. കണ്ണ് കാണാത്തത് കൊണ്ടാണ് നിനക്കത് ചെയ്യാൻ പറ്റാഞ്ഞെന്ന് ആരെക്കൊണ്ടും പറയിക്കരുത് എന്നുള്ളൊരു. എൻ്റെ അമ്മ അങ്ങനെ കാഴ്ച പോയ സമയത്ത് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും പോകുന്നുണ്ട്, എൻ്റെ മോള് മാത്രം പോകുന്നില്ല, എൻ്റെ മോൾക്ക് കാണാത്തതുകൊണ്ടല്ലേ എന്നുള്ളൊരു സങ്കടം ഉണ്ട് അമ്മയുടെ. അപ്പം കാഴ്ചയില്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞെന്നെ ആ ഒരു കാര്യം എന്നോട് ആര് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ണീര് ഓർമ്മ വരാം. എനിക്കത് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യം അമ്മയുടെ കണ്ണീരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റുമോ അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ കാഴ്ചയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്യും. യാത്രകൾ പോകുന്നതാണെങ്കിലും ഒക്കെ ഇപ്പം ഞാൻ തന്നെ പാചകം ചെയ്യും. ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞപ്പോഴും കാഴ്ചയില്ലാത്തതുകൊണ്ട് എന്നുള്ളത് ഇത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്പേസ് എനിക്ക് വേണം, എനിക്ക് നിൽക്കണം, ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ ഞാൻ ചെയ്തത്. ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാനതിന് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും വലിയ മോട്ടിവേഷൻ ഈ വാക്കുകൾ തന്നെയാണ്. എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മൾ അതുകൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും പല പരിമിതികൾ നേരിടുന്നവരാണ്. പിന്നെ നമ്മൾ മാത്രം അതിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാഴ്ച പരിമിതി ഒരു പ്രശ്നമല്ല. നമുക്ക് എഴുതാനും വായിക്കാനും കാഴ്ചയുള്ളവരെ പോലെ പറ്റുന്നില്ല എന്നുള്ളൂ. പക്ഷെ അതിനെ സഹായിക്കുന്ന പല സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതിനൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുക. അതൊരു പരിമിതിയായിട്ട് കണക്കാക്കുമ്പോഴാണ് നമുക്കത് പ്രശ്നമാവുക. അപ്പം നമ്മൾ നമ്മളെക്കാൾ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. ദൈവം സഹായിച്ച് എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് നടക്കാം, എനിക്ക് എന്തിനെങ്കിലും പറയാം, എനിക്ക് കേൾക്കാം. അതൊക്കെ എൻ്റെ അനുഗ്രഹമല്ലേ. അപ്പം അതിനെ മാക്സിമം യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ആ വാക്കുകൾ തന്നെയാണ് എന്നെ എല്ലാ കാര്യത്തിലേക്കും എന്നെ എത്തിക്കുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. അത് ഇപ്പോഴും ഞാൻ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ആളുടെ പേര് സാരംഗ് എന്നാണ്. മലപ്പുറം കോട്ടയ്ക്കലടുത്തുള്ള MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ആളും കാഴ്ചാപരിമിതി നേരിടുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ കാഴ്ചപരിമിതി ഉള്ള ഒരാളെ കല്യാണം കഴിക്കൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുന്നതിനൊക്കെ ആളാണ് കൂടുതലും സപ്പോർട്ട്. ഇപ്പൊ ട്രെയിനിന്റെ പല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നതും ഒക്കെ ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും പുതിയ പുതിയ മേഖലകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇതേ മോട്ടിവേഷനും അമ്മ തന്ന ആ ഒരു എനർജിയും എല്ലാം, അച്ഛൻ്റെ ആ സപ്പോർട്ടും എല്ലാം എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ PhD ഒക്കെ വളരെ മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അധ്യാപികയായ ഹീര VS സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT. നേർവഴി.